നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കുറ്റാന്വേഷണ വാർത്തയിലേക്ക് വരികയാണ്. കാസർഗോട്ട് കിണറ്റിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ മംഗലാപുരം സ്വദേശി ഷെരീഫിന്റെ മരണം കൊലപാതകം ആണ് എന്ന് പോലീസ്. ഞങ്ങളുടെ പ്രതിനിധി ജോസഫ് അഗസ്റ്റിൻ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നു. പോലീസ് ഈ മംഗലാപുരം സ്വദേശിയായിട്ടുള്ള ഷെരീഫിന്റെ മരണം, കിണറ്റിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുള്ള ആ മൃതദേഹം, അത് സ്വാഭാവികമായൊരു മരണമല്ല, കൊലപാതകമാണ് എന്ന് പോലീസ് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? അത് പ്രാഥമികമായിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ? ബനേഷ്, ഇന്ന് കണ്ണൂർ മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നത്. അതായത് ഇന്നലെ അർദ്ധരാത്രിയിലാണ് മംഗലാപുരം സ്വദേശിയായിട്ടുള്ള ഷെരീഫിന്റെ മൃതദേഹം മഞ്ചേശ്വരത്തെ ഒരു കിണറ്റിൽ നിന്ന് കണ്ടെത്തുന്നത്. ഈ കണ്ടെത്തുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിരവധി മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. പിന്നീട് വിദഗ്ധ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ് ഇക്കാര്യങ്ങൾ പോലീസ് ഇപ്പോൾ ഉറപ്പിച്ചു പറയുന്നത്. കൊലപാതകമെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ചൂതാട്ടവുമായി ബന്ധപ്പെട്ട ഒരു സംഘമാണ് ഇയാളെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രാഥമികമായും ലഭിക്കുന്ന വിവരം. അതായത് ഈ മൃതദേഹം കണ്ടെത്തിയ പ്രദേശത്ത് ചൂതാട്ട സംഘങ്ങളുടെ താവളമാണ് എന്നുള്ളൊരു ആരോപണമുണ്ട് എന്നാണോ? ബനേഷ്, തീർച്ചയായും. അതായത് ഈ മഞ്ചേശ്വരത്തിനടുത്തുള്ള ഒരു പ്രദേശത്തു നിന്നാണ് ഇത്തരത്തിൽ ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവിടെ ഈ ചൂതാട്ട സംഘങ്ങൾ വിലസുന്നുണ്ടെന്നാണ് നാട്ടുകാർ അടക്കം ആരോപിക്കുന്നത്. എന്തായാലും ഈ ബുധനാഴ്ചയാണ് ഈ 3 പേർ മംഗലാപുരം സ്വദേശിയായിട്ടുള്ള ഇയാളുടെ ഓട്ടോ വിളിക്കുന്നത്. ഇയാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ആ മംഗലാപുരത്ത് നിന്ന് ഇയാൾ ഈ മഞ്ചേശ്വരത്തേക്ക് ഓട്ടം വന്നതായിരുന്നു. അതിനുശേഷം ഇയാളെ കാണാതാവുകയായിരുന്നു. പിന്നീട് മംഗലാപുരം പോലീസിൽ ഈ ഷെരീഫിന്റെ ബന്ധുക്കൾ പരാതി നൽകുകയായിരുന്നു. പിന്നീടാണ് മഞ്ചേശ്വരത്ത് നിന്ന് ഇന്നലെ രാത്രിയോടുകൂടി ഇയാളുടെ മൃതദേഹവും ഓട്ടോയും കണ്ടെത്തുന്നത്. അതിനുശേഷമാണ് പോലീസ് ഇപ്പോൾ ഇയാളുടെ മരണം കൊലപാതകമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്, അതായത് 3 പേർ, ഓട്ടം വിളിച്ച 3 പേർ ആരൊക്കെയാണ് എന്നാണ് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നത്. ഈ ചൂതാട്ട സംഘവുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ചൂതാട്ടത്തിന് വേണ്ടി വന്നവരാണ് ഇത്തരത്തിൽ കൊലപാതകം നടത്തിയതെന്നാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇയാൾ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ടാക്സി ഓട്ടത്തിന് വേണ്ടി വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു ദാരുണമായ സംഭവം നടക്കുന്നത്. ഈ അന്വേഷണത്തിന്റെ കൂടുതൽ ചുരുളഴിയണമെങ്കിൽ ആരാണ് ഓട്ടോ വിളിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ മഞ്ചേശ്വരം പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മംഗലാപുരത്ത് അടക്കം ഇന്ന് പോലീസ് എത്തി പരിശോധനകൾ കൂടുതൽ നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങളും മറ്റു ഫോൺ സന്ദേശങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പരിശോധന നടത്തിയിരിക്കുന്നത്. എന്തായാലും സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഈ ചൂതാട്ട സംഘവുമായി ബന്ധപ്പെട്ട് ശക്തമായ ആരോപണങ്ങൾ നാട്ടുകാർ തന്നെ ഇപ്പോൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ബനേഷ്, ഈ കിണർ എന്ന് പറയുന്നത് ആൾമറയില്ലാത്ത കിണറാണല്ലോ. അത് ജനം ഉപയോഗിക്കുന്നുണ്ടോ? അതിലെ വെള്ളം ഉപയോഗിക്കുന്നുണ്ടോ? ഇനി ഉപയോഗിക്കുന്നില്ല എങ്കിൽ പിന്നെ ആ കിണർ അവിടെ അതിൻ്റെ ഒരു ആവശ്യകതയുണ്ടോ? ആ കിണർ നികത്താവുന്നതല്ലേ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. ആൾമറയില്ലാത്ത കിണറ്റിലേക്ക് രാത്രി ഇരുട്ടത്ത് നടന്നു പോകുന്നതിനിടയിൽ വീണുകയോ ഓടുന്നതിനിടയിൽ വീണുകയോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവാം. പക്ഷേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശ്വാസം മുട്ടിയുള്ള മരണത്തിന് പുറമെ മർദ്ദനമേറ്റതുപോലെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയത് കൊണ്ടായിരിക്കുമല്ലേ പോലീസ് കൊലപാതകമാണ് എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത്? ബനേഷ്, തീർച്ചയായും തലയിലും കൈക്കും മറ്റു ശരീരഭാഗങ്ങളിലും നിരവധി വെട്ടേറ്റ മുറിവുകൾ ഉണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ ബനേഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മഹാലിംഗേശ്വരയിലെ അടുക്കപ്പള്ളിയിലെ ഒരു കിണറ്റിലാണ് ഈ മൃതദേഹവും ഓട്ടോറിക്ഷയും കണ്ടെത്തിയത്. ഈ കിണറ്റിൽ നിന്ന് ധാരാളം വെള്ളം നാട്ടുകാർ അടക്കം ശേഖരിക്കുന്നതാണ്. അങ്ങനെയാണ് ഇത്തരത്തിൽ ഈ ആളുകളുടെ ശ്രദ്ധയിലേക്ക് പെട്ടത്. ഈ മൃതദേഹവും ഈ ഓട്ടോയും ആളുകളുടെ ശ്രദ്ധയിൽ പെട്ടത്. എന്തായാലും ഈ പ്രദേശം, അതായത് കാട് മൂടിയൊരു പ്രദേശമാണെങ്കിൽ പോലും ഈ കിണറ്റിൽ നിന്ന് ആളുകൾ വെള്ളമെടുക്കുന്ന ഒരു പതിവുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. എത്രയും വേഗം പ്രതികളെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവെക്കുന്നത്. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു കൊലപാതകത്തിലേക്ക് നീങ്ങുന്നു മുഹമ്മദ് ഷെരീഫിന്റെ മരണവാർത്ത.